നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വരുമാന മാർഗങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് പ്രവാസികളുടെ പണം തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. തുടക്കം മുതൽ തന്നെ നമ്മൾ എപ്പോഴും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് അത്. എന്നാൽ യുദ്ധം കനക്കുമ്പോൾ അതിനൊക്കെ വലിയ തിരിച്ചടികളായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള, അല്ലെങ്കിൽ ഇന്ത്യക്ക് വലിയ കനത്ത പ്രഹരമേൽക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. നിലവിലത്തെ കണക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ പ്രവാസികൾ അയക്കുന്ന പണം അത് വലിയ രീതിയിൽ കുറയുന്നു എന്നുള്ളതാണ് സൂചനകൾ. സൗദി അറേബ്യയിൽ നിന്നുള്ള പ്രവാസികളുടെ പണമയക്കൽ നിരക്കിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഫെബ്രുവരി മാസത്തിലെ കണക്കുകൾ പ്രകാരം വിദേശികൾ നാട്ടിലേക്ക് അയച്ച തുക 1255 കോടിയിൽ ഏറെ റിയാലായി കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. കഴിഞ്ഞ 15 മാസത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിരക്കാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് വിലയിരുത്തൽ. സൗദി സെൻട്രൽ ബാങ്ക് സാമ പുറത്തുവിട്ടിട്ടുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരമാണ് 1255 കോടി റിയാലിന്റെ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2025 ഫെബ്രുവരി മാസത്തെ അപേക്ഷിച്ച് പണമയക്കൽ നിരക്കിൽ 2% കുറവ് രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. 2026 ജനുവരി മാസത്തെ അപേക്ഷിച്ച് ഫെബ്രുവരി ഏകദേശം 76.8 കോടി റിയാലിന്റെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഏകദേശം 6% ഇടിവായിട്ടും കണക്കാക്കാം. പ്രവാസികളുടെ പണമയക്കൽ മാത്രമല്ല, സൗദി പൗരന്മാർ വിദേശത്ത് പണമയക്കുന്നതിലും വലിയ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. 2025 ഫെബ്രുവരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ വർഷം ഫെബ്രുവരിയിൽ സ്വദേശികളുടെ പണമയക്കൽ 22% കുറഞ്ഞത് 486 കോടി റിയാലിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ആഗോള സാമ്പത്തിക മാറ്റങ്ങളും പ്രാദേശിക വിപണിയിലെ ചലനങ്ങളും ഈ ഇടിവിന് കാരണമായതായിട്ടാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തി പറയുന്നത്. അതേസമയം പശ്മേഷ്യൻ യുദ്ധം കനക്കുന്ന സാഹചര്യത്തിൽ ഈ അവസ്ഥ തുടരാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള വിലയിരുത്തലും പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ മറ്റു ചില റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ നോക്കുമ്പോൾ ചൈന ഈ അവസരങ്ങളെയൊക്കെ മുതലെടുക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇറാൻ US സംഘർഷം ആഗോള ഇന്ധന വിപണിയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഈ അവസരം മുതലെടുത്തുകൊണ്ട് ചൈന ചില നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് വിവരങ്ങൾ. ക്ലീൻ എനർജി, പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ സ്രോതസ്സുകൾ എന്നിവയുടെ ഉപയോഗവും വിപണനവും ത്വരിതപ്പെടുത്തിയതാണ് ചൈന അവസരം അനുകൂലമാക്കി മാറ്റാനുള്ള പ്രധാനപ്പെട്ട കാരണം. നിലവിൽ ഇറാൻ എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് ചൈനയാണ്. എന്നാൽ ഹോർമൂസിലെ തടസ്സങ്ങൾ മൂലമുണ്ടാകുന്ന വെല്ലുവിളികൾ ദീർഘകാലഘട്ടത്തിനടിസ്ഥാനത്തിൽ ചൈനയ്ക്ക് ഗുണമായേക്കുമെന്നുള്ള വിലയിരുത്തലിലാണ് വരുന്നത്. ബാറ്ററി, സോളാർ പാനലുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവയുടെ കയറ്റുമതിയിൽ ലോകത്ത് മുന്നിലുള്ള രാജ്യം എന്ന് പറയുന്നതും ചൈനയാണ്. ഇന്ധന പ്രതിസന്ധി ആഗോളതലത്തിൽ ഉണ്ടാക്കുന്ന പുനരുപയോഗിക്കാവുന്ന ഉൽപ്പന്നങ്ങൾക്കുള്ള ആവശ്യകത ചൈനയുടെ വ്യവസായങ്ങൾക്ക് ഗുണകരമായേക്കുമെന്നുള്ള വിലയിരുത്തലിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുന്നത്. ക്ലീൻ ടെക്നോളജി രംഗത്ത് ചൈനയുടെ മുൻതൂക്കം ആഗോളതലത്തിൽ വർദ്ധിച്ച അവസരങ്ങളിൽ കൂടിയായിരുന്നു യുദ്ധം തുടങ്ങിയതെന്നുള്ളതാണ്. ഊർജ മേഖല വികസനത്തിലും ഭൗമരാഷ്ട്രീയത്തിലുള്ള ചൈനയുടെ സ്വാധീനത്തിന് ഇറാൻ സംഘർഷം കരുത്ത് പകർന്നിട്ടുണ്ടെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധരുടെ വിലയിരുത്തൽ. ചൈനയുടെ ആഭ്യന്തര ഊർജ ഉപഭോഗത്തിൽ നിലവിൽ ഫോസിൽ ഇന്ധനങ്ങൾ തന്നെയാണ് മുന്നിലുള്ളത്. എന്നാൽ പുനരുപയോഗ ഊർജത്തിന്റെ ഉപയോഗം ക്രമാനുഗതമായി വർദ്ധിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇന്റർനാഷണൽ എനർജി ഏജൻസിയുടെ കണക്കനുസരിച്ച് ആഗോളതലത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മാണത്തിന്റെ 70%-ലധികം, ബാറ്ററി സെൽ ഉൽപാദനത്തിന്റെ 85%-ലധികം ചൈനയിലാണ് നടക്കുന്നത്. പുനരുപയോഗ ഊർജ മേഖല വളർച്ചയുടെ പശ്ചാത്തലത്തിൽ ചൈന വലിയ തോതിൽ നിക്ഷേപകരെ ആകർഷിക്കുന്നുമുണ്ട്. ഡിസംബറിൽ ചൈനയുടെ സോളാർ പാനലുകൾ, ബാറ്ററി, ഇലക്ട്രിക് കാറുകൾ തുടങ്ങിയവയുടെ കയറ്റുമതി ഏകദേശം $22.3 ബില്യൺ എന്ന റെക്കോർഡിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഏകദേശം 47% വർധനവ് ഇക്കാര്യത്തിൽ കണക്ക് കൂട്ടാം. തെക്കുകിഴക്കൻ ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കുമായിട്ട് ഈ ഉൽപ്പന്നങ്ങളുടെ വിപണി വ്യാപിക്കുകയാണ്. ഇതിനിടയിലാണ് ഈ പറയുന്നത് പോലെ പണത്തിന്റെ ഒഴുക്ക് പല രാജ്യങ്ങളിലേക്കും കുറയുന്നു എന്നുള്ളത് വ്യക്തമാകുന്നത്. അതിൽ ഇന്ത്യയും പെടുന്നു എന്ന് പറയുമ്പോൾ വലിയ ആശങ്കയോടെയാണ് രാജ്യം നോക്കിക്കാണുന്നത്.